Hello everyone, welcome to HUPod. എല്ലാവർക്കും മക്കളെ HUPodന്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. യെസ്, നിങ്ങളുടെ +1 റിസൾട്ട് വന്നിട്ടുണ്ട്, റീവാലുവേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പല ആളുകളും ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അതിന് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞൊരു വീഡിയോ ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ 2-3 കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം നമ്പർ 1, നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് റീവാലുവേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റീവാലുവേഷൻ്റെ ഫോം സ്കൂളിൽ സബ്മിറ്റ് ചെയ്തോ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമെന്ന് തോന്നുന്നുണ്ടോ. 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ജൂൺ 10-ാം തീയതി വരെ റീവാലുവേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഫോം ഉണ്ടാവും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് സ്കൂളിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഫോം കൊടുക്കേണ്ടത്. റീവാലുവേഷൻ എത്ര സബ്ജക്റ്റ് വേണം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, റീവാലുവേഷൻ കൊടുക്കാം. ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് റീവാലുവേഷൻ ഫീസ് വരുന്നത്. മിക്കവാറും ജൂലൈയിലായിരിക്കും റീവാലുവേഷൻ റിസൾട്ട് വരാനുള്ള ചാൻസ്. പല കുട്ടികളുടെയും പ്രധാനപ്പെട്ട ഡൗട്ടാണ്, റീവാലുവേഷൻ കൊടുത്ത് മാർക്ക് കുറഞ്ഞാൽ അത് ബാധിക്കുന്നു. ഒരിക്കലും ബാധിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പം എക്കണോമിക്സിൻ്റെ കാര്യം എടുക്കുക. എക്കണോമിക്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. എക്കണോമിക്സ് ഒരു കുട്ടിക്ക് 80-ൽ 71 മാർക്ക് കിട്ടുകയായിരിക്കുക. ആ കുട്ടി റീവാലുവേഷന് കൊടുത്തു. എന്നിട്ട് റീവാലുവേഷന് ശേഷം വന്ന റിസൾട്ട് 80-ൽ 69 ആണെങ്കിലും ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അതായിരിക്കും നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരു കുട്ടി റീവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ല. ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ, അത് റീവാലുവേഷൻ മുമ്പുള്ളതാണെങ്കിൽ അതെടുക്കും, റീവാലുവേഷൻ ശേഷമുള്ളതാണ് അതെടുക്കും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള മാർക്ക് ഏതാണോ അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഗ്രേഡ് കാർഡിൽ പരിഗണിക്കുകയുള്ളൂ. കുറഞ്ഞ മാർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗ്രേഡ് കാർഡിൽ പരിഗണിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു കാര്യം, ഇത് വീണ്ടും ഞാൻ ആവർത്തിച്ചതാണ്. ഒരുപാട് കുട്ടിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, റീവാലുവേഷൻ മാർക്ക് കുറഞ്ഞാൽ അത് ബാധിക്കുന്നു. ഒരിക്കലും ബാധിക്കില്ല, ഒരിക്കലും ബാധിക്കില്ല, ഒരിക്കലും ബാധിക്കില്ല. റീവാലുവേഷൻ മാർക്ക് കുറഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ ഗ്രേഡിനെ ബാധിക്കില്ല. ഏറ്റവും കൂടിയ മാർക്ക് ഏതാണോ അതായിരിക്കും റീവാലുവേഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും കൂടിയ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരിഗണിക്കുക. അപ്പോൾ ജൂൺ 10-ാം തീയതി വരെയാണ് സമയം. നമ്മൾ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, 500 രൂപയാണ് എന്തിന് വരുന്നത്, റീവാലുവേഷന് വരുന്നത്. ഇനി സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന ഉണ്ട്, അതും ഒരു സബ്ജക്റ്റിന് 100 രൂപയാണ്. ഈ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പേപ്പർ എന്ത് ചെയ്യും, മാർക്ക് കറക്റ്റ് ആണോ കൂട്ടി വെക്കും. ചിലപ്പം ഈ ആഡ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ ഇല്ലേ ചെക്ക് ചെയ്യാനാണ് എന്തുള്ളത്, സ്ക്രൂട്ടിനി ഉള്ളത്. സൂക്ഷ്മ പരിശോധന ശ്രദ്ധിക്കണേ. സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന പറഞ്ഞാൽ എന്താ, ആഡ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്യാനാണ് എന്തുള്ളത്, സ്ക്രൂട്ടിനി അഥവാ സൂക്ഷ്മ പരിശോധന. മൂന്നാമത് ഫോട്ടോ കോപ്പിയാണ്. 300 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. ഈ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുള്ള, നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ആ ആൻസർ പേപ്പറിന് ഒരു കോപ്പി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോട്ടോ കോപ്പി. നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ആ ഒരു ആൻസർ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് കൈമ കിട്ടുക. അതിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ കോപ്പി. അതിന് എത്ര രൂപയാണ് ആവുക, 300 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 10-ാം തീയതിക്ക് മുന്നേ ശ്രദ്ധിക്കണം, എന്താണ് 10-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്താണ് എന്ത് ചെയ്യേണ്ടത്, സമർപ്പിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഫോം നിങ്ങൾ ആരെടുത്താണ് സമർപ്പിക്കേണ്ടത്, സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്താണ് സമർപ്പിക്കേണ്ട. ഒരു കാര്യം ഓർത്ത് വെക്കുക, ജൂൺ 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ടും +2 ആയിട്ട് ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങൾക്ക് നമ്മുടെ HUPod +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം +2 കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റും, നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ, സ്റ്റഡി വീഡിയോസ് എല്ലാം നമ്മൾ തരിക HUPod +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഉള്ള ചാനലാണ്. അപ്പോൾ ആരൊക്കെ +2 കൊമേഴ്സിൽ എത്തിയിട്ടുണ്ടോ, ആരൊക്കെ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടോ, അവർക്കൊക്കെ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഞാൻ ആദ്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, റീവാലുവേഷൻ കൊടുത്താൽ ഒരിക്കലും മാർക്ക് കുറയില്ല. നിങ്ങൾ എത്ര സബ്ജക്റ്റ് വേണം റീവാലുവേഷൻ കൊടുക്കുക. ജൂലൈയിലായിരിക്കും മിക്കവാറും നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട് വരിക. കാരണം 10-ാം തീയതി വരെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുശേഷം സ്കൂളിലെ പ്രിൻസിപ്പൽസിനെ കുറിച്ച് ഡ്യൂട്ടി ഉണ്ട്. അതിനുശേഷം ഒരു ജൂൺ പകുതിയോടുകൂടി മാത്രമേ എന്ത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, റീവാലുവേഷൻ്റെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് റീവാലുവേഷൻ്റെ റിസൾട്ട് മിക്കവാറും ജൂലൈ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് വീക്കോ ആയിരിക്കും വരിക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.